ഹലോ. ഹലോ എന്നുള്ള വാക്കില്ലേ, ഒന്ന് നല്ല പോലെ പറയാവോ? എന്താണ്? ഹലോ ഇങ്ങനെ പറയുന്നേ. ഹലോ, ഒന്നുകൂടെ പറ. ഇതുപോലുള്ള വോയിസിന് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ വേണ്ടി ഞാൻ തയ്യാറാണ് മോളെ. അത് ശരി, ഇപ്പോ ഫ്രീ ആണോ മോളെ? ഇപ്പോ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നാ വേഗം വാ ഡാർലിംഗ്. നിന്റെ ശബ്ദം കേട്ടത് മുതൽ എന്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ്. നിന്നെ കാണണമെന്ന് എന്റെ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുക. നിന്നെ കാണാൻ പോകുന്നല്ലോ കരുതി എന്റെ മനസ്സില് 1000 പൂമ്പാറ്റ ചിറകടിക്കുകയാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡാർലിംഗ്, എന്ത് ശബ്ദം അത്? എന്താ മറുപടി തരാത്തെ? വരാൻ പറഞ്ഞില്ലേ, അതാ വന്നോണ്ടിരിക്കുന്നെ. എന്താ ഇത്രയും പെട്ടെന്നോ? നമ്മൾ ഇനിയും റേറ്റ് ഫൈനൽ ചെയ്തില്ലല്ലോ. ശബ്ദത്തിന് ഇത്ര വേണമെങ്കിലും തരാന്നുണ്ടെങ്കിൽ ഇപ്പൊ റേറ്റ് ഒരു പ്രോബ്ലം ആവോ? പ്രോബ്ലമോ? അതൊക്കെ നോ പ്രോബ്ലം. വന്നാൽ നിനക്ക് അത് നേരിട്ട് കാണാലോ. കാണണമെങ്കിൽ എനിക്ക് അഡ്രസ് അറിയണമല്ലോ. അത് ശരിയാണല്ലോ. അപ്പൊ നോട്ട് ചെയ്തോ ഡാർലിംഗ്. ബ്ലോസം ഗസ്റ്റ് ഹൗസ്, ബ്ലോസം ഗസ്റ്റ് ഹൗസ്, പ്ലോട്ട് നമ്പർ 876, ഭാഗ്യലക്ഷ്മി നഗർ, മൈലാപ്പൂർ. കറക്റ്റ് അല്ലേ പറഞ്ഞത്? വാവ്, സൂപ്പർ, വാട്ട് എ മെമ്മറി. എന്തൊക്കെയാണെങ്കിലും നിനക്ക് നല്ല സ്പീഡാ. നീ എന്ത് ബ്രാൻഡാ കുടിക്കുന്നെന്ന് പറ. വൈൻ, വോഡ്ക, ജിൻ? മൂന്നും. നിന്റെ ഈ സ്പീഡ് ഉണ്ടല്ലോ. ഓക്കെ. വാട്ട്? അതിനുള്ളിൽ ഇവിടെ എത്തിയോ? ദേ ഇപ്പൊ തന്നെ തുറക്കാൻ ഡാർലിംഗ്. മാഡം, നിങ്ങൾ പോലീസ് ആണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സാറേ വിട്ടേക്ക് സാറേ. മാഡം, ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തിന് വരുമ്പോ ഇങ്ങനെ ജോളി ആയിരിക്കും മാഡം. ഇപ്പോഴും അതുപോലെ ഇരിക്കാന്നാണ് ട്രൈ ചെയ്ത്. ഞാൻ ആരെ ഫോഴ്സ് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ലാലേട്ടന്റെ നേര് പടം കണ്ടേ ഉള്ളൂ. അതിൽ അങ്ങേര് പറയുന്ന പോലെ ഒരു പെണ്ണ് നോ പറഞ്ഞാ നോ തന്നെയാ. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിലും അവര് നോ പറഞ്ഞാ ഞാൻ അവരെ വിട്ടേക്കും. ഗോഡ് പ്രോമിസ് മാഡം, എന്നെ വിട്ടേക്ക്. അതൊന്നുമില്ല സാർ. അതെ, ഈ ഫോട്ടോ കണ്ടിട്ട് ഫോൺ ചെയ്ത് എനിക്ക് ഈ സ്ഥിതി ആണെങ്കിലേ ശരിക്കും ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാ ശരിക്കും. അയ്യോ വേണ്ട മാഡം, എന്നെ വിട്ടേക്ക് മാഡം, പ്ലീസ് മാഡം. എന്നൊന്നും ചെയ്യേണ്ട മാഡം, ഞാനൊരു പാവം പിടിച്ച. നീ എന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യും അല്ലേ? ഇതുവരെ അവളെ എത്ര പേര് ഫോൺ വിളിച്ചിട്ടുണ്ടോ? എത്ര പേര് അവളെ വിചാരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ടോ? ഇത് ഓർമ്മ മാത്രം മതി. നീ ലൈഫ് ലോങ് തലയുയർത്തി നടക്കാനേ പാടില്ല. ഇനിയിപ്പോ നീ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെടി വനിതാ പോലീസുകാരി. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തെങ്കിലും പ്രോബ്ലം? സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പ്രോബ്ലമോ? നിന്റെ വെബ്സൈറ്റിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാ വരാൻ പറഞ്ഞേ. ഇതിലിപ്പോ പറയാൻ എന്തിരിക്കുന്നു സർ? ഇവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് കൊന്നുകളയണം. പോലീസ് ഓഫീസറെ പോലെ സംസാരിക്കൂ. അതെ സർ, പോലീസായിട്ടും തനിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന ചലഞ്ച് ചെയ്യുന്ന പോലെയുണ്ട്. സർ, നിങ്ങളുടെ ഓർഡർ. താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇത് കഴിക്കണം എന്നുള്ള ഒരു കാരണത്തിന് വേണ്ടിയാണ് ഈ ക്ലബിലേക്ക് വരുന്നതും ഈ കളിയും ഒക്കെ. ഒന്നുമില്ല സർ, എന്തൊക്കെയാണെങ്കിലും ആറ്റിറ്റ്യൂഡിൽ നിന്നും ആക്ഷൻസിൽ നിന്നും ഒരാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സാറിനെ തന്നെ നോക്കി എത്ര സിമ്പിൾ ആയിട്ട് സാർ ഈ സ്വീറ്റ് എൻജോയ് ചെയ്യുന്നത്. അതിന്ന് മനസ്സിലാവും എത്ര സീരിയസ് ആയിട്ട് എന്റെ കേസിനെ സാറ് കാണുന്നു. നോ നോ,
അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇതാ ഞാൻ വെച്ചു. ഓക്കെ. അത് സാരമില്ല സർ. മേ ബി ആസ് എ പോലീസ് ഓഫീസർ സാറിന് ഇതെല്ലാം കാഷ്വൽ ആണ്. എന്താന്ന് വെച്ചാ ഇതുപോലുള്ള ഒരുപാട് കേസ് സാറ് കണ്ടിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൂടെ? അല്ലെങ്കിൽ ആ സൈറ്റ് എങ്കിലും ബ്ലോക്ക് ചെയ്ത് വെക്ക്. നോ സർ, ലെറ്റ് ഹിം എൻജോയ്. ഇല്ലെങ്കിൽ അവൻ പിന്നെ പോസ്റ്റ് ചെയ്യും. എനിക്ക് വന്ന കോൾസില് ഒരുപക്ഷെ അവനും വിളിച്ചിട്ടുണ്ടായിരിക്കും സർ. നീ കുറച്ച് ഓവറായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതെ സർ. ആദ്യമായിട്ട് എനിക്കിപ്പോ ഒരു പെണ്ണായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു പെണ്ണിനെ ഇത്ര നിസ്സാരമായിട്ട് കാണണമെങ്കിൽ അവന്റെ മനസ്സ് വല്ലാതെ ഹൊറിബിൾ ആണ് സർ. ഇത് അപ്ലോഡ് ചെയ്തവൻ 100 തവണ ആലോചിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ അവന് വേണ്ടാത്ത ഇമ്പോർട്ടൻസ് കൊടുക്ക. ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. ഒരു ACPക്ക് നേരെ ചെയ്യാമെങ്കിൽ ഒരു സാധാരണ പെണ്ണിനോട് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിനെയും ഭാവിയെയും കുറിച്ച് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു സർ. ഒരു പെണ്ണിനെ ചോരയില്ലാതെയും കത്തിയില്ലാതെയും അവളുടെ ജീവിതം നശിപ്പിക്കാൻ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിക്ക് മൈൻഡ് ആയിട്ടുള്ള ആള് ചെയ്ത കാര്യം തന്നെയാ സർ. ആൻഡ് ഐ എം വെരി ഷുവർ ഐ എം നോട്ട് ദ ഫസ്റ്റ് ആൻഡ് ഡെഫിനറ്റ്ലി നോട്ട് ദ ലാസ്റ്റ് വൺ. ഓക്കെ. ഡിഡ് യു ഇൻഫോം ദ സൈബർ സെൽ? യെസ് സർ. ബട്ട് അത് അപ്ലോഡ് ചെയ്തവൻ ഏതായാലും ഒരു ഇഡിയറ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല സർ. എനിവേ, അപ്ഡേറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ യുവർ കൺസേൺ ആൻഡ് എൻജോയ് യുവർ സീറ്റ് സർ. നിങ്ങളുടെ മോൻ എവിടെ ഇല്ല. എന്താ കാര്യം? നിൽക്കെവിടെ? എന്താ കാര്യം? ഹലോ സാർ, ഒന്ന് ക്ഷമിക്കുക. നിങ്ങളുടെ മോന്റെ റൂം ഏതാ? നിങ്ങളുടെ മോന്റെ റൂം ഏതാന്ന്? എങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്നേ? സെർച്ച് വാറണ്ട് കേട്ടോ. ഹലോ, അവന്റെ കയ്യിൽ വേറെ വല്ല ഫോണുണ്ടോ? എന്താ കാര്യം? നിങ്ങൾ വീണ്ടും അവനെ എന്തിനാ അന്വേഷിക്കുന്നേ? പറയേ. അവന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ. ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് അവൻ സ്ഥിരമായിട്ട് വിളിക്കുന്നവരെയും അവന്റെ ഫ്രണ്ട്സിന്റെയും എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇതുപോലൊരുത്തൻ റെഗുലർ ആയിട്ട് ഏതെങ്കിലും ഒരു പബ്ബിലോ ബാറിലോ പോയിരിക്കും. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. CCTV ഫുട്ടേജ് എടുക്കണം. സ്വാതിക്ക് മുന്നേ വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് ഇവനിങ്ങനെ ചെയ്തിട്ടുണ്ടോ, അത് റീസെന്റ് ആയിട്ട് വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം കണ്ടുപിടിക്കണം. അവനെതിരെ വ്യക്തമായ തെളിവ് വേണം. അവന്റെ അച്ഛനെ നിരീക്ഷിക്കണം. അതൊരുപക്ഷെ നമ്മുടെ കേസിന് ഗുണം ചെയ്യും. ഇമ്പൾസീവ് ആൻഡ് അഗ്രസീവ്. സ്വാതിയും മറ്റു പെൺകുട്ടികളും സേഫ് ആണോ എന്ന് അന്വേഷിക്കണം. അവൻ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അവനെ ഗസ് ചെയ്യാനാവില്ല. വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. പ്രമോദ്, ചെക്ക് യുവർ വാട്സ്ആപ്പ്. 5 മിനിറ്റ്സിൽ എല്ലാവരും എത്തണം. ഹലോ, അരുണിന്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് മാഡം. ഒരു കാര്യം ചെയ്യാം. ഗെറ്റ് ഇൻ ടു റോഡ് നമ്പർ 10. ഐ വിൽ ബി ദേർ. ഓക്കെ മാഡം. നമ്മൾ പിടിക്കേണ്ട ക്രിമിനലിന്റെ വണ്ടി അത്. നമ്പർ നോട്ട് ചെയ്തോളൂ. വണ്ടി നിർത്ത. ഈ സൈഡ് ആക്കുകയോ. സർ, എന്തിനാ നിർത്താൻ പറയുന്നേ? ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഹെൽമെറ്റ് അഴിക്കും. സർ, എനിക്ക് അർജന്റായ ഒരു മീറ്റിംഗിന് പോകണം. ബാഗിനകത്ത് എന്താ ഉള്ളത്? സർ, ഞാൻ മീറ്റിംഗിന് പോകാൻ വൈകുന്നു. പ്ലീസ് സർ. ഇതാ മാഡം. എന്താ കാര്യം സർ? ഓക്കേ മാം. മാം, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? സർ, അയ്യോ എന്റെ ബാഗ്. അയ്യോ മാം, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മാം, വാട്ട് ഹാപ്പൻ മാം? എന്താ ഇവിടെ നടക്കുന്നേ? ഒന്ന് പറയൂ.
കണ്ടല്ലോ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം എന്നൊന്ന് പറയൂ പ്ലീസ്. എനിക്ക് അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യേ. മാഡം, ഇയാളാണ് അരുണിന്റെ ഫ്രണ്ട്. എവിടെയുള്ള എവിടെ നിന്റെ ഫ്രണ്ട് അരുൺ? അറിയില്ല മാഡം. മാം